ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം വായിക്കുമ്പം കാണാൻ പറ്റും, പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് പോരാടാനായിട്ട് ദൈവം മിഖായേൽ മാലാഖയെ അയക്കുന്നു. ഏകദേശം ദാനിയേൽ പ്രവാചകൻ അനേക ദിനരാത്രങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതനെ അവിടേക്ക് വിട്ടിട്ട് ആ പേർഷ്യ ദേശത്തിൻ്റെ കാവൽ ദൂതൻ, ഒരു ദേശത്തെ കൺട്രോൾ ചെയ്യുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഞങ്ങൾ പറയും, ഒരു സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ ബന്ധിക്കാൻ പറ്റിയത്. ദാനിയേൽ 10:12 പറഞ്ഞൊരു ഒറ്റ വചനത്തിലാണ്, ദാനിയേലേ ഭയപ്പെടണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. സർവ്വമൂർത്തി പ്രത്യേക ഹല്ലേലൂയ. എളിമപ്പെട്ട് ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എളിമപ്പെട്ടപ്പെടാം. പ്രവാചകനൊന്നും വേണ്ട കാര്യമില്ല, എളിമപ്പെടണം. എളിമപ്പെട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം ഈ പറഞ്ഞ മിഖായേൽ മാലാഖയെ ആ ദേശത്തേക്ക് അയച്ചിട്ട് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനെ ഇല്ലാതാക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അച്ഛന് പറയാനുള്ളത്, ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുപാട് എളിമപ്പെടണം. എളിമപ്പെടാൻ അനുദപിക്കണം. അതാണ് യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതുകൊണ്ട് നന്നായിട്ട് എളിമപ്പെട്ട് അനുദപിച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ചില പൈശാചിക പീഡകൾ ഉപദ്രവിക്കുന്നുണ്ടാവും. ഞാൻ ഈ നാളുകളിൽ ധ്യാനത്തിൻ്റെ മേഖലയിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം. അതായത് നമുക്ക് വേണ്ടതൊരു വിടുതലാണ്, ഡെലിവറൻസ്, ഒരു വിമോചനം, ലിബറേഷൻ പറയും, വിമോചനം. ഇതെല്ലാം കെട്ടപ്പെട്ട് കിടക്കും. ഒരുപാട് വ്യക്തികൾ മാനസികമായ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ ആത്മീയമായ ബന്ധനങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട് അഴിക്കാൻ പറ്റുന്നില്ല. അഴിഞ്ഞാലും വീണ്ടും കയറി ചുറ്റിക്കിട്ടുക, വീണ്ടും കയറി അള്ളിപ്പിടി, ഓട്ടം കയറിപ്പിടി, രക്ഷപ്പെടുന്നില്ല. പക്ഷേ അഴിഞ്ഞു പോകുന്ന ഒത്തിരി മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സർവ്വമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഴിഞ്ഞു കഴിയുമ്പോൾ അവർ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന കാണാൻ പറ്റുവേ, അവരെ ജീവിതം മുഴുവൻ മാറുന്ന കാണാൻ പറ്റുവേ, അവരുടെ ജീവിതത്തിന് മുഴുവൻ അത്ഭുതങ്ങൾ നടക്കുന്ന കാണാൻ പറ്റുവേ, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഭൂമി ചെയ്യാൻ പറ്റുവേ, ഈശോയുടെ നാമത്തിൽ ചെയ്യാൻ പറ്റുവേ. വലിയ സംഭവമാണ് ഈ കെട്ടുക, അഴിക്കുക. അത് അഴിക്കുക എന്ന് പറഞ്ഞാൽ അഴിയത്തില്ല, കെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ അഴിക്കണമെങ്കിൽ ഒറ്റ നിയമമുള്ളൂ. ഞാൻ വചനം വായിച്ചല്ലോ, ദാനിയേലേ ശരിയായതറിയുന്നതിന് വേണ്ടി നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, നന്നാടി അടിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച് 2 കരം എടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ വീടുകളിലൊക്കെ മിഖായേൽ മാലാഖ വരട്ടെ. വീടിനെയൊക്കെ ചിലപ്പോൾ ചില പൈശാചി കടബാധ കൊണ്ടൊക്കെ പൂട്ടിയിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു മനുഷ്യനെ അത് ഭയങ്കര കടം കയറി മരണത്തിൻ്റെ മുമ്പിൽ കയറി, ഫാമിലി, ഹസ്ബൻഡ് വൈഫ്, ഭാര്യ ഭർത്താവ്, അക്കൂട്ടത്തിൽ അവർക്ക് മക്കളും ഇല്ല, അവർക്ക് 9 വർഷം കൊണ്ട് മക്കളും ഇല്ല, എല്ലാം തകർന്ന് ആത്മഹത്യയുടെ വക്കി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അണക്കരയെ വരും, പ്രാർത്ഥിക്കാൻ വരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, 2-3 വർഷത്തോളം പ്രേരണ വരുന്നുണ്ട്. പക്ഷേ അനുഗ്രഹങ്ങൾ ഒഴുകുന്നില്ല. കാരണം അനുഗ്രഹം ഒഴുകണമെങ്കിൽ എളിമപ്പെടണം. ഇവിടെ ദാനിയേലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എളിമപ്പെട്ട ദാനിയേലിൻ്റെ മേലെ കൃപ പ്രവർത്തിക്കുള്ളൂ. അല്ല, പ്രവർത്തിക്കില്ല. പ്രവാചകനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എളിമപ്പെടാതെ അഭിഷേകം പ്രവർത്തിക്കത്തില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മളൊരു പദവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എളിമപ്പെട്ടാലേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എളിമപ്പെടാ വെച്ചാൽ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, വേറൊന്നുമില്ല. അതാണ് എളിമപ്പെടല്ലേ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2:37, 37, 38, 39 വചനമുണ്ട്. അതായത് പത്രോസിൻ്റെ അടുക്കിലേക്ക് അവിടെയുള്ള ആളുകളാണ് ഓടിക്കൊണ്ട്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം. പശ്ചാത്തപിക്കാൻ, എളിമപ്പെടുക മാത്രമുള്ളൂ വഴി. ഒരാൾക്ക് സൗഖ്യം കിട്ടാൻ എന്ത് ചെയ്യണം? എളിമപ്പെടുക മാത്രം. വിശുദ്ധി കിട്ടാൻ എന്ത് ചെയ്യണം? എളിമപ്പെടുക മാത്രം, അനുദപിക്കുക മാത്രമേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല.
ഒരു ദിവസം ഒരു 2 നേരമെങ്കിലും നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത് 2 നീർ കണ്ണുനീരെങ്കിലും ഒടുക്കാൻ നിനക്ക് സാധിച്ചാൽ ഉറപ്പാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. പ്രിസലോഷ്, കഴിഞ്ഞ കാലങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ ചെറിയ ചെറിയ പാപങ്ങൾക്കൊക്കെ വലുതുമായ പാപങ്ങൾക്ക് 2 നീർ കണ്ണുനീർത്തുള്ളികൾ ഒഴുക്കാൻ നിനക്ക് പറ്റിയ അത്ഭുതം ഉറപ്പാണ് നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ സംഭവിച്ചിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ ഉച്ചത്തിൽ അമ്മേ. അപ്പോഴീ ഫാമിലി 2 പേരും. അപ്പോൾ ഒരു ദിവസം അവൻ്റെ സ്നേഹിതർ പറഞ്ഞു, അച്ഛാ പുള്ളി ഇപ്പം പ്രാർത്ഥിപ്പോൾ ഭയങ്കര നിരാശനായി ദുഃഖിതനായി. ഞാൻ പറഞ്ഞു, നോ എളിമപ്പെടാൻ പറ, എളിമപ്പെടുക, വേറൊരു വഴിയില്ല, എളിമപ്പെടുക, അഹങ്കാരത്തിനവിടെ. അപ്പോൾ ഒരു ദിവസം ഇവർ വന്നപ്പോൾ ഭയങ്കരമായിട്ട് താഴ്ന്നു. അപ്പോൾ പരിശുദ്ധമ്മ എന്നെ കണ്ടപാടെ ആളെങ്കിൽ മാറിയെടുത്ത് നിൽക്കുക. ഫാമിലി 2 ഹസ്ബൻഡ് ആളെങ്കിൽ വിളിച്ചു. ആളെളിമപ്പെട്ട് കഴിഞ്ഞു. പ്രസലോഷ് തലകുനിച്ചു, ശരിക്കും തലകുനിച്ചേ. ചിലപ്പോൾ തകർച്ചകളൊക്കെ ദൈവം നമുക്ക് തരുന്നതിനറിയാമോ? എളിമപ്പെടാൻ വേണ്ടി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. വലിയ പ്രശ്നങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് എളിമപ്പെടാൻ വേണ്ടി. അന്ന് ഈ മനുഷ്യൻ വന്ന് ഈ മനുഷ്യൻ തല യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 2 പേരിങ്ങനെ ബോധം കെട്ട് നടക്കപ്പോയി അനമുളക്കത്തിൽ ചേർന്ന് ഞാൻ പറയുമ്പോൾ ദൈവം ഇടപെട്ടിട്ടുണ്ട്. പ്രസലോഷം. പ്രിയപ്പെട്ട മക്കളെ, ആ മനുഷ്യൻ തിരിച്ച് വീട്ടോട് ചെല്ലുമ്പം തന്നെ കേൾക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത, അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത വലിയൊരു ജോലി കർത്താവ് ആ മനുഷ്യന് വേണ്ടി തുറന്ന് മുന്നിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. രണ്ടാമതായിട്ട് സംഭവിക്കുന്നത്, ആ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിന്മേലുണ്ടായി. അവൾ ഗർഭിണിയായി. പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം സംഭവിച്ചു. ഈ ദിവസങ്ങളിൽ അവൾ പ്രസവിക്കുന്ന ദിവസങ്ങൾ എത്തിയിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇപ്പം പറയും, എൻ്റെ അച്ഛോ എന്ത് ദൈവം ചെയ്തെനിക്കറിയില്ല. ഞാൻ നോക്കി, ആദ്യം കണ്ട കണ്ണല്ല, ഇപ്പം നല്ല എളിമയുണ്ട് മനുഷ്യനെ. എൻ്റെ ഭാര്യയ്ക്ക് നല്ല എളിമ വന്നേ. അപ്പോൾ ഈ ദിവസം അപ്പോഴാണ് ഈ മിഖായേൽ മാലാഖ വന്നിട്ട് അവൻ്റെ കെട്ടം കഴിച്ചു. ദൈവദൂതന് കെട്ടഴിക്കുന്ന ആ സമയത്ത് പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, തകർച്ചയുടെ, അഹങ്കാരത്തെ കെട്ടഴിഞ്ഞ് സ്വാതന്ത്ര്യം, ലിബറേഷൻ കർത്താവ് തരാൻ വരിക. ഈശോ വന്നതിന് വേണ്ടി തന്നെയാണ്. അത് തന്നെയാണല്ലോ ലൂക്കാ 4:18, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, വിട്ടുതല കൊടുക്കാൻ പോവുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ ഈ വലിയ വിട്ടുതൽ കർത്താവ് തരാൻ വേണ്ടി വരിക. പക്ഷേ ഇത് സ്വന്തമാക്കണമെങ്കിൽ ഞാനും നിങ്ങൾ എളിമപ്പെടണം, നന്നായിട്ട് കരയണം, അനുദപിക്കണം. ദൈവത്തിൻ്റെ വചനത്തിനെതിരെ അറിഞ്ഞോ അറിയാതെയോ പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനും മാപ്പ് പറഞ്ഞ് എളിമപ്പെടാണ്ട്. ദാനിയേലേ, ശരിയായത് അറിയുന്നതിന് വേണ്ടി നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമേർത്തി പറയാമോ? ഹല്ലേലൂയാ. യെശയ്യാ 57:15, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ മക്കളെ, ഉച്ചത്തിൽ നന്നായിട്ട് കൈയടിച്ച്, ശബ്ദം ഉയർത്തി കൈയടിച്ച് 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നലെ ഞാൻ കോട്ടയത്ത് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളിൽ നമ്മുടെ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ പറയും, കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തതിൻ്റെ ഒരു 50 ഇരട്ടി അഭിഷേകം കർത്താവ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കർത്താവ് വന്നിട്ട് വലിയ അഭിഷേകം ഓരോ ദിവസം വർദ്ധിക്കുന്ന കാണാം. ഞാനൊരുക്കുന്നുണ്ട്. എനിക്ക് അത്ഭുത സാക്ഷ്യം പറയാനാണെങ്കിൽ ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ, ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പൊലിപ്പിച്ച് പറയുന്നതല്ല, അതുപോലെ ദൈവം പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇന്നലെ ഞാൻ കോട്ടയത്ത് കൺവെൻഷൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രോഗ്രാം നടന്നിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു മകളെൻ്റെ അടുത്ത്, അച്ഛാ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കാണ് അണക്കര വന്നായിരുന്നു. ക്യാൻസറായിരുന്നു, 4th സ്റ്റേജിലായിരുന്നു. രക്ഷപ്പെടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു. അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കാൻ പറഞ്ഞു. അമ്മയും കൊണ്ട് പോയൊരു കുമ്പസാരിപ്പിച്ചു. സർവ്വത്തിൽ പ്രത്യേക ഹല്ലേലൂയാ. കുമ്പസാരെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അച്ഛൻ അന്ന് മുതൽ അമ്മയിൽ അത്ഭുതകരമായ മാറ്റം തുടങ്ങി. പ്രൈസ് എന്നിട്ട് പറയുകയാണ്, അമ്മ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. പ്രൈസ് കർത്താവിൻ്റെ വലിയ കരുണയുണ്ടായി.
മോള് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച എഴുതി അച്ഛന് തരാൻ പോവാണ് എല്ലാം കൂടെ. കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അവൾ പറഞ്ഞ വാക്ക് കുമ്പസാരിച്ചു. അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥന പോയി അമ്മയോട് കുമ്പസാരിക്കാൻ പറയും. മരിക്കാനായിട്ടിരിക്കുന്ന അമ്മയോട് പോയി കുമ്പസാരിക്കാൻ. എളിമപ്പെടുക, കരയുക, കരയുക, അന്നതപ്പിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. 2 കരം പഠിച്ചപ്പോൾ ഹല്ലേലൂയ. ഇതുവരെയായിട്ട് നമ്മൾ ആർക്കെങ്കിലും കൃപ, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒറ്റ പ്രശ്നമുള്ളൂ, അഹങ്കാരം. ജെറമ്യ 50:31 അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. അവൻ നഗരത്തിന് ഞാൻ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങിക്കളയും. വീണ്ടും പറയാം, പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 10:7 അഹങ്കാരം കർത്താവിനെ മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. സാമ്രാജ്യം, നിന്റെ വീട് നഷ്ടപ്പെട്ടു പോകും, ജോലി നഷ്ടപ്പെട്ടു പോകും, ആരോഗ്യം നഷ്ടപ്പെട്ടു, അഹങ്കാരം, പരിശുദ്ധ അഭിഷേകം പോലും നഷ്ടപ്പെട്ടു പോകും, കൃപ നഷ്ടപ്പെട്ടു പോകും, എല്ലാം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. മക്കളെ നഷ്ടപ്പെടും, ജീവിത പങ്കാളി നഷ്ടപ്പെടും, മാതാപിതാക്കൾ നഷ്ടപ്പെടും, സഭ പോലും നഷ്ടപ്പെടും. അഹങ്കാരം മൂലം അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണം നഷ്ടപ്പെട്ടു പോകുന്നു, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെടും. അഹങ്കാരം വരുമ്പോൾ എല്ലാം ദൈവം തന്നത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് എളുപ്പപ്പെടുക, ഭൂമിയോട് താഴ്ന്ന്. ഇന്ന് തലമുറയുടെ എല്ലാ അനർത്ഥങ്ങളുടെയും കാരണം ഒന്നേ ഉള്ളൂ, സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, അഹങ്കാരം എന്ന പൈശാചികം. അതുകൊണ്ട് വിമർശനങ്ങളും എല്ലാവരും ആരെ ഉപദ്രവിക്കും, ആരെ ചെത്ത് വിളിക്കും, ആരോടും എന്തും ചെയ്യും. കാരണം അഹങ്കാരം. ഒരു കാര്യത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ്. നന്നായിട്ട് കേടിച്ച് മക്കളെ, നന്നായിട്ട് കേടിച്ച്. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം പറയാ, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ബൈബിൾ പറയുന്നത് അവൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല. പൊടിയും ചാരവുമായ മനുഷ്യൻ. ശരിയാണ്. ഒരു നിമിഷം നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും പൊടിയും ചാരവുമല്ലേ. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ശ്വാസം കൊണ്ടല്ലോ, ഉച്ഛ്വാസം, ദൈവം ജീവൻ, അതങ്ങ് ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് നഷ്ടപ്പെട്ടെന്ന് വെച്ചോളുക. അതങ്ങ് നമ്മൾ പെട്ടെന്ന് ഒരു മരണം ഉണ്ടാവച്ചു, ഓരോ അറ്റാക്കിങ് വരും വെച്ചു, ആ നിമിഷം നമ്മൾ ശവമായി. അല്പം കൂടെ കഴിയും പൊടിയും ചാരവുമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊടിയും ചാരവുമായ നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. ഒത്തിരി പേരുടെ ജീവിതം കാണാൻ പറ്റും. ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീർണിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു, ഓരോ രോഗങ്ങൾ പിടിപെടുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിസാര രോഗമെന്ന് പിശുക്കരൻ പുച്ഛിച്ചു തള്ളുന്നു, എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. രാജാവായാലും ആരായാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശവ ജഡമാണത്. എത്ര കോടീശ്വരനായാലും എന്തേലും പേരും പെരുമയുണ്ടെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഒരു നിമിഷം അവൻ്റെ ജീവൻ അങ്ങ് പോയാൽ അടുത്ത നിമിഷം അവനെ വിളിക്കുന്നത് ശവമെന്നാണ് വിളിക്കുന്നത്, ജഡമെന്നാണ് വിളിക്കുന്നത്. ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുഴുവിന്, കൃമിക്ക്, വന്യമൃഗങ്ങൾക്ക് അവകാശം. വേറെ ആർക്കും അതിന് അവകാശവും ഇല്ല. പുഴുവൊക്കെ അരിച്ചു കളയും, എല്ലാം എടുത്തു കളയും. അത്രേ ഉള്ളൂ. നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ല. എന്നിട്ട് പറയാണ്, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. 2 കരം പഠിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നിട്ട് മറ്റു പലതിനോടും അടുക്കുവേ. പണത്തോടും സുഖത്തോടും മദ്യത്തോടൊക്കെ അഹങ്കാരം, തീരാൻ പോവാണ്. അഭിഷേകം മുഴുവൻ പോകുമ്പോഴാണ് കർത്താവിൽ നിന്ന് അകന്നിട്ട് ലോകത്തോട്, ലോകസുഖങ്ങളോട് അങ്ങ് അടുക്കും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു.
അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. മുഴുവൻ പാപവും വളരുന്നതിൻ്റെ കാരണം അഹങ്കാരമാണെന്ന് പരിശുദ്ധാത്മാവ്. എല്ലാ അവിഹിത ബന്ധങ്ങളും മ്ലേച്ഛ ബന്ധങ്ങളും ചില ആളുകൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. വല്ല മ്ലേച്ഛ ചിത്രങ്ങൾക്ക് കൊലപാതകം എല്ലാം ഗർഭചിത്രം ഒക്കെ ചെയ്യുന്ന അതെല്ലാം അഹങ്കാരം വരുമ്പോൾ ഞാനെന്ന ഭാവ അവൻ്റെ മുമ്പിൽ ദൈവം പോലും ചെറുതാ, വിശ്വാസം ചെറുതാ, പ്രാർത്ഥന ചെറുതാ, എല്ലാം ചെറുതാണ്. എല്ലാം അപ്പോൾ ദൈവം ചെറുതാണെങ്കിൽ വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും അവൻ്റെ മുമ്പിൽ ചെറുതാണ്, ഭാര്യയും ചെറുതാണ്, ഭർത്താവും ചെറുതാ, വിശ്വാസമൊക്കെ ബൈബിളൊക്കെ ചെറുതായി. കാരണം അവൻ വലുതായി, അവൻ അഹങ്കാരം ഈഗോ കയറുകയാണ്. ഇത് കയറുമ്പോഴേ അത് അവൻ്റെ ജീവിതത്തിലേക്ക് നാശങ്ങൾ അനർത്ഥങ്ങൾ വിളിച്ചു വരുത്തുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ദിവസങ്ങളില് ദൈവത്തിന് ദൂതന്മാര് നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കളുടെ പേര്, നിന്റെ പ്രിയപ്പെട്ടവരുടെ പേരുള്ള ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തെ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദാനിയേൽ പ്രവാചകനെ പോലെ നീ ഹൃദയം കൊണ്ട് എളിമപ്പെടണം, അനുതപിക്കണം. ചെയ്തു പോയിട്ടുള്ള ഓരോ പാപങ്ങളെ ഓർത്ത് നീ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നീ കാണുക തന്നെ ചെയ്തിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ദൈവത്തിൻ്റെ മക്കളൊന്ന് എന്നിട്ട് രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പരിശുദ്ധ അമ്മയിൽ കൃപ നിറഞ്ഞല്ലേ. കൃപ നിറയാൻ കാരണം നമുക്കറിയാം. ലൂക്ക 1:28 മിഖായേൽ മാലാക ഗബ്രിയേൽ മാലാക വന്നിട്ട് മറിയത്തോട് പറയേ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. എൻ്റെ കാരണമുണ്ട്. പിന്നീട് കാണാം വചനം കൊടുത്തു കഴിയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്ക് ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദാസിയായിട്ട് നിൽക്കുക, വലിപ്പമില്ല, അഹംഭാവമില്ല, അഹങ്കാരമില്ല, ഏറ്റവും ദാസിയെപ്പോൾ നിൽക്കുകയാണ്. ദാസി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, സ്വന്തമായ തീരുമാനമില്ല, സ്വന്തമായ കാഴ്ചപ്പാടില്ല, സ്വന്തമായ ഒന്നുമില്ല. എല്ലാം യജമാനത്തി എന്തു പറയുന്നുവോ, മുകളിലുള്ളവൻ ആര്, ഞാനൊരാളുടെ സേവക മാത്രം, മുകളിൽ നിന്ന് എന്ത് പറയുന്നു അത് മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് എൻ്റെതായ ഒന്നുമില്ല. അതാണ് എനിക്ക് എൻ്റെതായ ഒന്നുമില്ല, ഒരു അഭിപ്രായമില്ല, ഒന്നുമില്ല. വിട്ടുകൊടുത്ത് ടോട്ടൽ സറണ്ടറിങ്, ടോട്ടൽ സമർപ്പണം, മുഴുവൻ സമർപ്പണം. അങ്ങനെ കൊടുക്കുന്നിടത്തെ കൃപ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ കൊടുത്ത മക്കളില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും. അങ്ങനെ കൊടുത്ത മക്കളില് അത്ഭുതങ്ങളുണ്ടാവും. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ജീവിതങ്ങളില് വചനം മാംസവും മിറക്കിളുകൾ ഉണ്ടാവും. പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നിങ്ങൾ കുമ്പസാരിക്കണം. കുമ്പസാരിക്കുന്നത് മുഴുകുമ്പസാരം, പൂർണ്ണമായി വിട്ടുകൊടുക്കൽ. അവിടെയാണ് ഈ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. പ്രവാചകൻ എളിമപ്പെട്ട് കഴിയപ്പോൾ മിഖായേൽ മാലാഖയെ ദൈവം അയക്കുകയാണ്. പേർഷ്യ രാജ്യത്തോട് ഇങ്ങനെ പേർഷ്യ രാജ്യത്തിൻ്റെ കീഴ്പ്പെടുത്തിയ ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഒരു ദേശത്തെ മുഴുവൻ ഉണ്ട്. ചില ദേശത്തുണ്ട് അപകടങ്ങൾ തന്നെ, ചില കുടുംബത്തിലുണ്ട് മൊത്തം കടബാധ്യത, ചില കുടുംബത്തിലുണ്ട് രോഗബാധ മാത്രം, ചില കുടുംബത്തിലുണ്ട് മാപ്പനമ്മ മുഴുവൻ കുടിച്ച് നശിപ്പിച്ചു കളയും, ചില കുടുംബത്തിലും മുഴുവൻ നരകം പോലത്തെ കുടുംബമാണ്, ചില ദേശത്തിലും പറയാം എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങൾ, ഒരേപോലത്തെ അസ്വസ്ഥതകൾ. ഇതിങ്ങനെയാണ്. ഒരു ദേശത്തിന് ഒരു സ്പിരിറ്റ് കയറി പിടിക്കും, ഒറ്റ സ്പിരിറ്റാക്കി. ചില മുഴുവനുണ്ട് യുവാക്കൾ യുവതികൾ മുഴുവൻ വഴിവിട്ട ബന്ധങ്ങളിൽ പെട്ടുപോകും. ചില ദേശം മുഴുവൻ സെക്സ് സ്പിരിറ്റാണ്. സെക്സ് സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ മുഴുവൻ ആളുകളിൽ ഓരോ കുടുംബത്തിൽ ഈ സെക്സ് സ്പിരിറ്റ് പ്രവർത്തിച്ച് നശിപ്പിക്കും. ഓരോരുത്തരും നശിപ്പിക്കും. ചില കുടുംബത്തിൽ ദേശം മദ്യത്തിൻ്റെ സ്പിരിറ്റുകൾ, ചിലത് എല്ലാ സ്പിരിറ്റുകളും കയറി പ്രവർത്തിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യുക. ഈ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റിനെ നമ്മൾ ഓടിച്ചാൽ ഓടില്ല. പ്രവാചകരോടിച്ചാൽ പോലും ഓടില്ലത്. ഓടണമെങ്കിൽ ദൈവം ദൂതനെ അയക്കണം, ദൈവദൂതൻ വരണം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം, മിഖായേൽ വരണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടാകും. എങ്ങനെ എളിമപ്പെട്ട ആരെങ്കിലും ഉണ്ടാകും, അനുദപ ചെയ്തു പോയി. കാരണം ഇങ്ങനെയുള്ള ദുഷ്ടാരൂപികളുടെ പ്രവർത്തനം ഒരു ദേശത്തുണ്ടാകുന്നതിൻ്റെ കാരണം അവിടെ ആ പാപം നടന്നിട്ടുണ്ട്, ഗൗരവമേറിയ ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടാകും.
ഒന്നെങ്കിൽ മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, സേവകൾ, ദുഷ്ടാരൂപിയുടെ ആരാധനകൾ ഒക്കെ പോയിട്ടുണ്ട്. ചില മദ്യപാനം, കുടുംബ വഴക്കും, ചിലപ്പോൾ നീതിമാന്മാർ, ഒത്തിരി നിഷ്കളങ്കരെ കണ്ണുനീരൊടുക്കിയിട്ടുണ്ടാവും. ഭാര്യ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഭർത്താവ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, മക്കൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ, സഭ, വൈദികരൊക്കെ കരഞ്ഞ്. അങ്ങനെ ചില ഗൗരവേറിയ പാപങ്ങൾ നടന്നതുകൊണ്ടാണ് ഇതിൻ്റെ. അതല്ലേ, ശവം എവിടെയുണ്ടോ അവിടെ കഴുകനുണ്ടായിരിക്കുവേ. പാപം എവിടെ ഇരിപ്പുണ്ടോ അവിടെ ദുഷ്ടജന്തുവായ കഴുകൻ അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതിന് മുകളിലൂടെ അതിങ്ങനെ ചിറക് വിരിച്ചുകൊണ്ടിരിക്കും. അവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും പറ്റില്ല. അല്ലേ, കോഴിക്കുഞ്ഞുങ്ങൾ കഴുകൻ വന്നത് അതിനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആര് ജനിച്ചു വീണാൽ അതിനെ കൊണ്ടുപോയി. പണം ഉണ്ടായാലും പണം തീർത്തുകളെ, ആരോഗ്യമുണ്ട് എല്ലാത്തിൻ്റെ കയറി ഇത് ആക്രമിച്ചോളൂ. എത്ര നോക്കിയാലും എത്ര ഓടിച്ചാലും ഓടത്തില്ല സാധനം. ഇതിനെ ഓടണമെങ്കിൽ ദൈവം തന്നെ പ്രവർത്തിക്കുന്നൊരു മേഖലയുണ്ട്. വീണ്ടും വചനത്തേക്ക് വരാം. പ്രഭാഷകന്റെ പുസ്തകം 10:13. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. പാപം, ദൈവകൽപ്പനകൾ എത്ര നിസ്സാരമായതുപോലും ഒരാൾ ലംഘിക്കുന്നതിൻ്റെ കാരണം അഹങ്കാരമാണെന്നാണ് പറയുന്നത്. അവൻ്റെ ചിന്ത, അവനാണ് വിട്ടുകൊടുത്ത് പരിശുദ്ധ അമ്മയെ പോലെ ജീവിതം ദൈവത്തിന് മുഴുവനായും കൊടുത്തിട്ട് അവൻ്റെ യുക്തിയും അവൻ്റെ നെഗറ്റീവ് തോട്ട്സും ഒത്തിരി പേരെ ബ്ലോക്ക് ചെയ്യും. ബുദ്ധിയിലാണ് അതുകൊണ്ട് ഭയങ്കര ബന്ധനോട്ടോ ഈ ബുദ്ധിയിൽ അന്ധകാരം, ഇൻ്റലക്ച്വൽ ഡാർക്ക്നെസ്. എഫെസോസ് ലേഖനത്തിൻ്റെ 4:18-19-20 ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. കൊണ്ടോ, ബുദ്ധിയിൽ അന്ധകാരമുള്ളവനെല്ലാം ജഡിക പാപത്തിൽ നീന്തി കളിക്കുക. നമ്മൾക്ക് പുഴയിലൊക്കെ കാണാൻ പറ്റുമല്ലേ, കായലിലൊക്കെ ആളുകൾ നീന്തുന്നതാണ്. അതുപോലെ പാപത്തിൽ കിടന്ന് നീന്തും എന്നാണ് പറയുന്നത്. അതുപോലെ മദ്യപാനത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിക്കൊക്കെ. കാരണം ബുദ്ധിയിൽ അന്ധകാരം മുഴുവൻ വിട്ടു കൊടുത്തിട്ടില്ല. പരിശുദ്ധ അമ്മയെ പോലെ ദൈവവചനത്തെ കണ്ണുമുട്ടി അത് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സർവ്വപ്രത്യേക ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 1:10-12 വരെ വചനം വായിക്കുമ്പോൾ അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, എന്നാൽ അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. വിശ്വസിക്കണമെങ്കിൽ എളിമ വേണം, അല്ലാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. വിശ്വാസം ഒന്നും ചോദിക്കുമ്പോൾ വരുന്നതല്ല, അത് എളിമ ഉണ്ടാകണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് അനുദപിക്കുക. പാപിനെ പോലെ കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ ഈ ദേശത്തുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു.